ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അടുത്ത കുട്ടി ഷോപ്പിംഗ് ഫോർ വിയറ്റ്നാം ട്രിപ്പ് കാണാൻ ഞാൻ സൗത്ത് വെയിൽസിൽ നിന്ന് ലെസ്റ്ററിലെത്തി. പ്രൊഫഷണൽ സർവീസ് വിത്ത് പേഴ്സണൽ ടച്ച്. അതാണ് നമ്മുടെ സെന്റ് ജോൺസ് ട്രാവൽ ലിമിറ്റഡ്. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. എന്താ പറയുന്നത്? ലിൻറ്റു 23 എന്നുള്ള സ്പെഷ്യൽ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പെർ ടിക്കറ്റിന് 10 pounds. ഡെയിലി ജേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരോടും പറഞ്ഞേ ഞാൻ റോളൊക്കെ ചെയ്തു. ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അടുത്ത കുട്ടി ഷോപ്പിംഗ് ഫോർ വിയറ്റ്നാം ട്രിപ്പാണ്. ട്രിപ്പ് കേട്ട് നിങ്ങൾ തന്നെ മടുത്ത് കാണല്ലേ. 1 month നമ്മൾ വീട്ടിലില്ലായിരുന്നു. സോ അതിൻ്റെ ഒരു കട്ട പണി 4 ദിവസമായിട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ എൻ്റെ ചക്ര ഒരുപാട് സഹകരിച്ചു കേട്ടോ. ഇപ്പം സമയം ഓൾമോസ്റ്റ് 2 മണി ആവാറായി. വെതർ കണ്ടോ? വെറും പറഞ്ഞ വെതറാണ്. ഇരുണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ലവിക്കുട്ടിനെ കുളിപ്പിച്ചിട്ട് പാൽ കൊടുത്തിട്ടാണ് ഞാനും കുളിക്കാൻ കയറിയത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് വന്ന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. സോ അപ്പോൾ ഇതൊരു കുട്ടി ഷോപ്പിംഗ് ഫോർ വിയറ്റ്നാം മാത്രമല്ല, ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ ഉണ്ട്. എന്നാ പണി? എന്നാ നീ റോൾ ചെയ്തെന്ന് പറയാനാണോ പറയുന്നത്? എൻ്റെ ചെടിക്ക് റോൾ ചെയ്തു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് റോൾ ചെയ്തു. ഞങ്ങൾ വന്നതും എന്നെ ഇങ്ങനെ ക്യാമറ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവനെ വീഡിയോ എടുക്കുന്ന കാണിച്ചാൽ എൻ്റെ മമ്മിയും ഡാഡിയും അവൻ്റെ അപ്പച്ച അമ്മച്ചി എല്ലാവരും എന്നെ വഴക്ക് പറയും. ബാലൻസ് ചെയ്യാതെ നീ ഈ പരിപാടിയൊന്നും കാണിക്കണ്ടെന്ന്. എൻ്റെ കുഞ്ഞിനൊന്ന് കിടത്തിയതിന് ശേഷം വിശേഷങ്ങൾ പറയാൻ ഒരുപാടുണ്ട് പറയാൻ ഗൈസ്. 1 മാസത്തെ വിശേഷങ്ങൾ. ചക്കര അവിടെ കിടത്തി. അവൻ ഉറങ്ങാൻ സമയമായിട്ടുണ്ട്. സാധാരണ കുളിപ്പിച്ചു കഴിഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഉറങ്ങും. ഞാൻ പാല് കുടിപ്പിച്ചിട്ടേ ഞാൻ കുളിക്കാൻ കയറത്തുള്ളൂ. സ്വന്തമായിട്ട് പാട്ടുപാടി ഞങ്ങൾ സ്വന്തമായിട്ട് ഉറങ്ങും കേട്ടോ. ദൈവമേ ടച്ച് വുഡ് ഇതുവരെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇടയ്ക്ക് ഞാൻ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കും. ഠോ എന്നൊക്കെ വെക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞെട്ടാതിരിക്കാൻ. അത് ഞാൻ എന്താണ് അമ്മ വിശേഷം പറയട്ടെ നമ്മുടെ ട്രിപ്പിന്റെ വിശേഷങ്ങളൊക്കെ പറയണ്ടേ? അടുത്ത ട്രിപ്പിന്റെ പാക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കാണിക്കണ്ടേ? നീ 4 ദിവസം എന്നോട് എങ്ങനെയായിരുന്നു നോക്കി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ. അപ്പം അയ്യോ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോനൂസിന് ഫിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ 7 month ബേബി ആയതുകൊണ്ട് പെട്ടെന്ന് ഞെട്ടുന്ന സൗണ്ടുകൾ, എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ മമ്മി അക്കയുടെ പിള്ളേർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ഠോ വെക്കലും ഒരു ഞെട്ടിപ്പിക്കലും. അതുകൊണ്ട് ഞാനും ഇങ്ങനെ സൗണ്ടും കിച്ചണിൽ നിന്ന് ഓരോ സ്പൂണൊക്കെ താഴെ ഇടലൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഞെട്ടുന്നത് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നി. അത് ശീലിപ്പിക്കുകയാണെങ്കിൽ പിന്നെ പള്ളിയുടെ പാട്ടും ബഹളവും ഡ്രമ്മും ഒക്കെ കേൾക്കുക ഓട്ടോമാറ്റിക്കലി ഏത് പിള്ളേരാണെങ്കിലും ഭയങ്കരമായിട്ട് ഞെട്ടൽ കുറയുന്നുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ പള്ളിയിൽ പോകുന്ന പോലെ ഇരിക്കും. ഹിൽ സോങ്ങിലൊക്കെ ഭയങ്കര മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം കുഞ്ഞു വയറ്റിൽ കിടന്നപ്പോൾ തൊട്ട് എനിക്കൊന്നത് യൂസ് ടു ആണെന്ന്. പക്ഷെ അത് നല്ലതാണ് ശീലിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു എപ്പിസോഡ് ആക്ച്വലി പ്ലാൻ ചെയ്തത് സോ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാലോ, ലെവിയായിട്ട് എങ്ങനെയാണെന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ബോറടിക്കുന്നു. അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ 1 മാസം ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലീനിങ് ഒരുപാടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇപ്പം ലെവിയെ വെച്ചിട്ടാണ് ഞാൻ ഈ 4 ദിവസവും എല്ലാ പരിപാടിയും നടത്തി. എൻ്റെ കുഞ്ഞ് നന്നായിട്ട് സഹകരിച്ചു. വഴക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ അവനോട് വർത്താനം പറഞ്ഞുകൊണ്ട് ജോലികളെല്ലാം ചെയ്യും. നമുക്ക് 2 ബെഡ്റൂമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഒരുപാട് പണികളുണ്ട്. കാരണം ഇപ്പം ക്ലൈമറ്റ് മാറിയതുകൊണ്ട് മോൾഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കിംഗ് ഉണ്ടായിരുന്നു, വാഷിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ മെഷീനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം എടുത്തു വെക്കലും കാര്യങ്ങളും മടക്കലും ഒക്കെ ചെയ്യണ്ടേ. ഇവിടെ നമ്മളാണ് എല്ലാം അപ്പന ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ വെച്ചുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ ഇതിനപ്പുറം ചെയ്ത് ഇതൊക്കെ മേലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാണ് ഈ ഒരു ടൈം സോൺ ഓട്ടോമാറ്റിക്കലി ചേഞ്ചായി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാണ്. കാരണം 3:30-4 മണിയാകുമ്പോൾ പെണ്ണിക്കും. മെൽബൺ ടൈം പോലെ വൈകിട്ടൊരു 4 മണിയാകുമ്പോൾ ഞങ്ങൾ കിടക്കും. അങ്ങനെ ആയിപ്പോയി. കാരണം ലവിക്കുട്ടിനും അങ്ങനെ ആയി, ഞങ്ങൾക്കും അങ്ങനെ ആയിരുന്നു ഒരു 3-4 ദിവസം. അപ്പോൾ പണി ചെയ്യുന്ന ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിരാവിലെ മിക്ക ജോലികളും കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ നോക്കും. പിന്നെ അച്ചായിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പിന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ.
എന്താണെന്ന് വെച്ചാൽ വിയറ്റ്നാമിലേക്ക് പോകുന്നത് ഞാനും ലഭിക്കുന്നു അല്ല, അച്ചായാണ് ബോയ്സ് ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾ പോർച്ചുഗലിൽ ഒരു ഗേൾസ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഞാനിപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നു. അതിനകത്ത് നമ്മുടെ റൂബി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങളൊക്കെ ആയി, സെറ്റിൽഡ് ആയി. അപ്പോൾ നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ട്രിപ്പ്. അപ്പോൾ ബോയ്സ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഗേൾസ് ട്രിപ്പ് ഉണ്ടാവും. അയ്യോ, എനിക്ക് തോന്നുന്നു എന്നാടാ എന്തോ ഒരു സൗണ്ട് വെക്കുന്നുണ്ട്. ഞാൻ ഒന്ന് അവനെ കൊഞ്ചിക്കട്ടെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിൽ ബി ബാക്ക് സൂൺ. ഓക്കെ. ഞാനേ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, അതിൻ്റെ നല്ല വിശപ്പുണ്ട്. പാക്കിംഗ് ഓൾറെഡി തീർന്നു കേട്ടോ അച്ചായുടെ. അച്ഛ ആക്ച്വലി ജോലിയിലായതുകൊണ്ട് ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തു. എനിക്കിഷ്ടമാണ് ആക്ച്വലി പാക്കിംഗ് ചെയ്യാനും. അപ്പം എന്തേ ഞാൻ ആദ്യം ഈ ഫുഡ് ഒന്ന് കഴിച്ചു തീർക്കട്ടെ. എൻ്റെ ചക്കര നല്ല ഉറക്കമാണ് കേട്ടോ. അവൻ ഉറങ്ങി എണീച്ച ശേഷം വേണം ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോവാൻ. സോ അവൻ ഉറങ്ങിയ ടൈം കൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആയതാണ്. ഇനിയിപ്പോൾ ജാക്കറ്റ് മാത്രം ഇട്ടാൽ മതിയല്ലോ. കുഞ്ഞിനെ ആക്ച്വലി അവിടുത്തെ ക്ലോക്കിൽ 2:30 ഇവിടുത്തെ ക്ലോക്കിൽ 6:30 എന്നായിരിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? വേറെ ഒന്നുമല്ല, കള്ളന്മാർ വന്നതിന് ശേഷം അവരെന്തോ പെർഫ്യൂം അല്ല, അവരെന്തോ സ്പ്രേ എന്തോ അടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷം ബാക്കിലെ ബാറ്ററിയുടെ അവിടെ എന്തോ ഒരു ലൂസ് കണക്ഷൻ. എനിക്ക് ഈ ക്ലോക്കിൻ്റെ ബാറ്ററി ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മാറ്റണം. ഇത് നമ്മുടെ ബ്രാൻഡാണ് നിൽറ്റീക്ക്. അപ്പം അതുകൊണ്ട് ക്ലോക്ക് എന്തായാലും മാറ്റാൻ പരിപാടിയില്ല. നാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലെ സംഭവം ചേഞ്ച് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കഴിഞ്ഞ 1 മാസത്തെ ട്രിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെൻറ്റ് ജോൺസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. അടിപൊളി പ്ലാനിങ് ആയിരുന്നു അവരുടെ. നന്നായിട്ടാണ് അവർ ഓർഗനൈസ് ചെയ്തത്. ഞാൻ അവരെ തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത ട്രിപ്പുകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഈ പ്രാവശ്യം അവരുടെ പുതിയ പാക്കേജ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ഞാൻ അവരെ ഫോളോ ചെയ്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വിളിച്ചപ്പോൾ അവരാണ് ഇങ്ങനെ ഒരു പ്ലാനിങ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നെ. പ്രത്യേകിച്ച് ലവിക്കുട്ടനായിട്ട് നമുക്ക് ഇത്രയും സ്ഥലം പോകണം, അതുമാത്രമല്ല 1 മാസത്തെ ട്രിപ്പാണ്. വിസ കാര്യങ്ങൾ ഒക്കെ തന്നെ ഒരുപാട് ടെൻഷൻ അടിക്കും അല്ലേ. ഇവൻ അച്ഛനാണെങ്കിലും ക്വയറ്റ് ബിസിയാണ്. ഇപ്പം തന്നെ വിയറ്റ്നാം ട്രിപ്പ് അതൊരു ബോയ്സ് ട്രിപ്പാണ് കേട്ടോ. ഞാനും ലവിക്കുട്ടനും ആ ട്രിപ്പിലില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി അച്ചായ്ക്ക് പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്താണ്. കുറച്ച് ഷോപ്പിംഗ് കൂടെ ബാക്കിയുണ്ട്. അത് വേറൊന്നുമല്ല, നാളെ സനക്കുണ്ണും ട്വിങ്കിളും വരും. അപ്പോൾ അവരുടെ കൂടെ ഞാൻ നേരെ ഗ്രാന്തത്തോട്ട് പോവുകയാണ്. അവിടുന്ന് നേരെ ലെസ്റ്ററിലേക്ക് അക്കയുടെ പിള്ളേരെയൊക്കെ കാണാനുണ്ട്. നമ്മുടെ സനക്കുട്ടിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അതിനാണ് മെയിനായിട്ടുള്ള ഷോപ്പിംഗ്. അപ്പോൾ ഞാൻ സെൻറ്റ് ജോൺസ് ടൂർസ് ആൻഡ് ട്രാവൽസ് തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആദ്യം ഞാൻ ഈ ഫോണൊന്ന് സ്റ്റാൻഡിൽ വെക്കട്ടെ, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാമേ. സോറി ഗൈസ്, നമ്മുടെ ഗ്ലാസ് ക്ലീനിങ് ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ കൊച്ചുൻട്രാപ്പി വേഗം എണ്ണിച്ചേട്ടോ. ഒന്നെങ്കിൽ നമ്മൾ കൂടെ കിടക്കുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നി അവൻ ഉറങ്ങിയേനെ. എന്തായാലും ഷോപ്പിങ്ങിന് പോയാൻ ടൈമായി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ മാസത്തെ, അതായത് 1 മാസത്തെ ഫുള്ളി ട്രിപ്പ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെൻറ്റ് ജോൺസ് ട്രാവൽ ലിമിറ്റഡ് ആണ്. അവരുടെ പാക്കേജസ് എല്ലാം തന്നെ ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ AT ഓയിൽ സർട്ടിഫൈഡ് ആണ്. 20 വർഷത്തിന് അടുത്ത് ബിസിനസ് എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അത് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സാണ് അവരുടെ സർവീസിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്. ഞാനും ആക്ച്വലി വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞങ്ങൾ ടർക്കി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുളമായതുകൊണ്ടാണ് നമ്മൾ നേരെ സ്കോട്ട്ലൻഡിലേക്ക് വെച്ച് പിടിപ്പിച്ചത്. പക്ഷേ ടർക്കിയുടെ നല്ലൊരു അടിപൊളി പാക്കേജ് വന്നിട്ടുണ്ട്. പെർ പേഴ്സൺ 310 pounds. ഫാമിലീസിന് അതുപോലെ തന്നെ ലാർജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ പേഴ്സണ് 310 pounds വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ദുബായ് ട്രിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമല്ല റൂമും ഇൻക്ലൂഡിങ് ആയിരുന്നു. അപ്പോൾ ദുബായിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് വന്നിട്ടുണ്ട് 2024 ഏപ്രിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോളിഡേ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെൻറ്റ് ജോൺസ് ട്രാവൽ ലിമിറ്റഡിനെ കോൺടാക്ട് ചെയ്യുക. ലിൻറ്റു 23 എന്നുള്ള സ്പെഷ്യൽ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ടിക്കറ്റിന് 10 pound ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം മറക്കണ്ട. ഗ്രീസ് ട്രിപ്പും ഉണ്ട് അവരുടെ. ആ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആക്ച്വലി ഞാനിപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട്, ഷെങ്കൻ വിസയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഗ്രീസിലേക്ക് ഒന്ന് പോകണമെന്ന്. അപ്പോൾ നമ്മുടെ ഗ്രീസ് ട്രിപ്പിൽ കുറച്ച് പേരെയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. എല്ലാവർക്കും വിസയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇനി വിസ എടുക്കുന്നതിൻ്റെ കാര്യത്തിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 210 pound ആണ് പെർ പേഴ്സണ്. ഫാമിലീസ് അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ് ഒക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാക്കേജ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കും. 210 pounds ആക്ച്വലി വർത്ത് ഇറ്റ് ആണ്, നല്ല അഫോർഡബിളും ആണ്. എന്താണ് ഇവിടെ നിന്നൊരു ബഹളം? എന്താണ്? നമുക്ക് ഗ്രീസിൽ പോണ്ടേ?
നിനക്ക് വിസ വേണ്ടോ? ഞങ്ങൾക്കൊക്കെ വിസ വേണ്ടേ? ഗൈസ് അതും കൂടെ ഞാൻ പറയാം. വിസ സർവീസ്, അതുപോലെ തന്നെ ട്രാവൽ ഇൻഷുറൻസ്, പിന്നെ ബെസ്റ്റ് കോമ്പറ്റേറ്റീവ് റേറ്റിലാണ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്കെൻഡ് ട്രിപ്സ് ഇതെല്ലാം തന്നെ സെന്റ് ജോൺസ് ട്രാവൽ ലിമിറ്റഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ സർവീസ് വിത്ത് പേഴ്സണൽ ടച്ച്, അതാണ് നമ്മുടെ സെന്റ് ജോൺസ് ട്രാവൽ ലിമിറ്റഡ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നു. മറക്കണ്ട, Lintu 23 എന്നുള്ള സ്പെഷ്യൽ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പെർ ടിക്കറ്റിന് £10 ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സെന്റ് ജോൺസ് ട്രാവൽ ലിമിറ്റഡ് നിന്ന് ലഭിക്കുന്നതാണ്. എനിക്ക് ആദ്യം പോയി ഒന്ന് ത്രെഡ് ചെയ്യണം, കാരണം കാട് പോലെ വളർന്നിരിക്കുകയാണ്. ഒരു കൂതറ ലുക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് ചെയ്തതിന് ശേഷം ബാക്കി ഷോപ്പിങ്. ഷോപ്പിങ്ങിന് പോയി ഒരുപാട് സമയം പോയി കേട്ടോ. അപ്പോഴത്തേക്ക് വൈകിട്ടായി. അച്ചാക്ക് ആക്ച്വലി ഈവനിങ് ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് നേരെ സനിക്കുണ്ണയും ട്വിങ്കിളിനെയും പിക്ക് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് പോവാണ്. ഇവരുടെ ഒരു കള്ളച്ചിരി എന്താണെന്നറിയോ, രാവിലെ വരാമെന്ന് പറഞ്ഞാണ് കേട്ടോ. എത്തിയത് 5 മണി കഴിഞ്ഞു. ഇവരെ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് എത്തി. അച്ഛ ഓൾറെഡി താഴെ ഇറങ്ങി. ഞാൻ വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഡിപ്പാച്ചറിലേക്ക് പോകുന്നത്. കാരണം മെയിൻ ലഗേജ് വിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റ് മിസ്സാവുമോ എന്നൊരു ഡൗട്ടായിരുന്നു. Coming. Bye. Bye. Papa, bye. Papa, bye. ഭയങ്കര ഹാപ്പി അല്ലേ? അല്ല, ഞാൻ അവിടെ അങ്ങനെ അച്ചുപോയി ഞാൻ കരയാണ്. വിഷമത്തിൽ ഞാൻ നേരെ പോയി കാസ് പാസ് കഴിക്കാൻ പോവാണ്. ഇവരിതുവരെ കാസ് പാസ് ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വീട്ടിൽ പോയി ചോറുണ്ടിട്ട് കാസ് പാസ് കഴിക്കാൻ പോയി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇന്ന് രാത്രി തന്നെ ഗ്രാൻഡത്ത് പോകാന്ന്. പക്ഷെ ടൈം എത്രയും 7:45. അപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര ലേറ്റ് ആയിപ്പോ. ഞങ്ങൾ 4.5 മണിക്കൂർ കാണിച്ചു അല്ലേ സൺകുട്ട? വെള്ളിയാഴ്ച രാത്രി ആയതുകൊണ്ട് സാധാരണ 2.5 മണിക്കൂറൊക്കെ കൊണ്ട് നമ്മള് സുഖമായിട്ട് എത്തുന്നതാണ്. അതുകൊണ്ട് നമ്മൾ രാവിലത്തേക്ക് ട്രിപ്പ് മാറ്റി. കാരണം നമ്മുടെ ലെവിക്കുട്ടന് രാവിലെ എണ്ണിക്കും. അപ്പോൾ ഫുഡ് കഴിക്കുക. നേരെ എങ്ങോട്ടാ സനു? എന്ത് പരിപാടി? അതെ, അവിടെ ഈ ടോയുടെ സൗണ്ട് ഒക്കെ ഇല്ലേ, അതുപോലെയാണ് ട്വിങ്കിളിന്റെ സൗണ്ട്. അതുകൊണ്ട് കുഞ്ഞു വിചാരിക്കാൻ എനിക്ക് പുതിയൊരു ടോയ് കിട്ടിയല്ലോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുതിയ വോയിസ് ആണത്. ഗുഡ് മോർണിംഗ്. നല്ലൊരു കുറി വന്നിട്ടുണ്ട് ഗൈസ്. എവിടെ പോവാ? നമ്മൾ ഗ്രാൻഡത്തോട്ട് പോവാം. അപ്പം അങ്ങനെ വിയറ്റ്നാമിൽ എത്താൻ ഇനി 4 മണിക്കൂറുണ്ടെന്നാണ് പറയുന്നത്. അല്ലേടാ? അല്ലേ? ഞങ്ങളെ വണ്ടിയിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. എന്താണ് പരിപാടി? നീ മാഗ്ഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ടൈമാ? പക്ഷെ മാഗ്ഡി ഇഷ്ടല്ലേ? ഇഷ്ടമാണ്.
നല്ലൊരു ചോയ്സ് ആണ്. അതെ, അത് അഫോർഡബിൾ ആണ്. അതെ അതെ. സോ അപ്പം നമ്മളിന്ന് മഫിൻ സനിക്കുറിനെയും കൊണ്ടും ട്വിങ്കിളിനെയും കൊണ്ടും ട്രൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എത്ര മണിയാകുമ്പോൾ എത്തും ബൈ ദ വേ? ഒരു 1 മണി 1:30 വരെ ഉള്ളിൽ നമ്മൾ ഗ്രാമത്തിൽ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നു. അച്ചു അപ്പത്തേക്ക് ട്വിങ്കിൾ വിയറ്റ്നാമിലെത്തും. അങ്ങനെ നമ്മുടെ അച്ചു വിയറ്റ്നാമിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഗ്രാന്തത്തോട്ട് എത്താൻ ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ ഗ്രാന്തത്തിൽ എത്തിയിട്ട് നേരെ റെഡി ആയിട്ട് നമ്മുടെ സിജോ ബ്രോയുടെ മൂവി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ലേവിക്കുട്ടനും നല്ല ഉറക്കുക. ഞങ്ങളൊന്ന് ഫ്രഷ് ആവാനുള്ള ടൈം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 2:30ക്കാണ് മൂവി. നമ്മൾ എത്തുന്നതേ 2 മണിക്കാണ്. അനുബ്രോ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുമെന്നും അറിയത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ഒരു ലെവലിലാണ് ഞങ്ങൾ ഈ 3 മണിക്കൂർ പിടിച്ചു നിന്നത്. അങ്ങനെ നമ്മൾ ഗ്രാന്തത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ടയേർഡായോ? ഞങ്ങൾ 3 hours ഡ്രൈവ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ സണിക്കുണ്ടെ വീട്ടിലെത്തി. ഞങ്ങൾ പിന്നെ എത്തി. ഞങ്ങൾ പിന്നെയും അകത്തോട്ട്. വെൽക്കം ടു ഗ്രാന്തം. അയ്യോ ഗൈസ്, ഞങ്ങൾ ലേറ്റ് ആയി. റെഡി ആവട്ടെ. അനുപേട്ടൻ്റെ ഫുഡ് കഴിച്ചിട്ട് വേണം റെഡി ആവാൻ, അല്ലേ? അതെ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററിലേക്കാണ്. ഞാനിപ്പോൾ കണ്ടപ്പോൾ വിചാരിച്ചു ഗ്രാന്തം ഹെൽത്ത് ക്ലിനിക്കാണ്. ഇവിടെ 3 മണിക്കൂർ പാർക്ക് ചെയ്യുന്നതിന് വെറും £1.20 ഉള്ളൂ. ഭയങ്കര ചീപ്പ്. ബിക്കോസ് നമ്മൾ ഇലക്ട്രിക് വണ്ടിയായിരുന്നപ്പോൾ നമുക്കറിയാം ഓക്കെ നമ്മൾക്ക് 10% കൊടുത്താൽ മതിയെന്ന്. പക്ഷേ നമ്മളിപ്പോൾ പെട്രോൾ ആയല്ലോ, ഹൈബ്രിഡായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര പേയ്മെൻറ്റാണെന്ന് വിചാരിച്ചത്. നമ്മൾ അവിടെയൊക്കെ ലണ്ടൻ അല്ലെങ്കിൽ നമ്മൾ ക്രോയിഡിനൊക്കെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞതൊരു £8 പോകും. £1.20 ഇവിടെയൊക്കെ പാർക്ക് ചെയ്താലെന്ന് ആലോചിക്കുക. സോ മൂവി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. തിയേറ്റർ ഇതാണ്. നമ്മൾ പാർക്ക് ചെയ്തിട്ട് നടന്ന് തിയേറ്ററിലേക്ക് കയറുകയാണ്. 3-ാം ഘട്ടത്തിൻ്റെ ഫസ്റ്റ് റിലീസ് ഗ്രാന്തത്തായിരുന്നു നടന്നു. അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടായി. ഞങ്ങൾ ലേറ്റ് ആകുമോ എന്നുള്ള ഡൗട്ടിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. സാറ്റർഡേ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരുന്നു. സിജോ ബ്രോ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന 1-2 പേര് അതിനകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ രഞ്ജിയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സിജോ ബ്രോ ആണ് ആക്ച്വലി അതിൻ്റെ ഓൾ ഇൻ ഓൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് നടന്ന ഒരു മൂവിയാണ് 3-ാം ഘട്ടം. അത് ഇൽഫോർട്ടിലും ആക്ച്വലി റിലീസ് ഉണ്ടായിരുന്നു. അത് അവിടെ ആക്ച്വലി നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സെലിബ്രേഷൻ ചെറുതായിട്ട് സിജോ ബ്രോയുടെ വീട്ടിൽ മൂവി കണ്ടതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചു കേട്ടോ. അതിനുശേഷം നേരെ വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീച്ചിട്ടുള്ള ബഹളാണ് ഈ കാണുന്നത്. ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ അടുത്ത് പോവാണ്. എങ്ങോട്ടാന്ന് അടുത്ത ലഗേജുമായി ഞങ്ങൾ പോകുന്നു. ബൈ ബൈ. എന്തിനാടാ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താങ്ക് യു പറഞ്ഞു? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. തീർച്ചയായിട്ടും വരണം. സന്തോഷമാണ്. തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. റോണിച്ചാനെ മിസ് ചെയ്തു. അടുത്ത പ്രാവശ്യം റോണിച്ചാൻ വരും. അടുത്ത ആഴ്ച വരുമ്പോൾ വിയറ്റ്നാമിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. മിസ് യു. 2 ദിവസം നല്ല രസമായിരുന്നു. ഇങ്ങനെ കളിപ്പിക്കായിരുന്നു. അങ്ങനെ അമ്മണി പോവാണ്. ഞങ്ങൾ നേരെ ലെസ്റ്ററിലേക്കാണ്, അക്കയുടെ വീട്ടിലേക്ക്. അപ്പോൾ അക്കയുടെ കുട്ടിപ്പടകൾ അവിടെ വെയിറ്റിംഗ്. എപ്പോഴാ വരുന്നേന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇന്നലെ നല്ലൊരു മൂവി റിലീസിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ഹാറ്റ്സ് ഓഫ് ടു ഈച്ച് ആൻഡ് എവറി വൺ. ബിക്കോസ് ചെറിയ മൂവി ആണെങ്കിലും വലിയ മൂവി ആണെങ്കിലും അത് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൽ അഭിനയിച്ച സിംഗിൾ ചെറിയ ക്യാരക്ടർ വരെയാണെങ്കിലും ലൈക്ക് അത് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ച് മറ്റുള്ളവർക്കും അത് വന്ന ആളുകൾക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക ആസ്വദിക്കാൻ പറ്റി. കാരണം നമ്മൾ അഭിനയിച്ച ഒരു സിനിമയിലെ ക്യാരക്ടർ അതിനകത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പലപ്പോഴും ഞാൻ ആക്ച്വലി വറീഡ് ആവാറുണ്ട് ഞാൻ അഭിനയിച്ച സിനിമയിൽ. അപ്പോൾ ആ ഫിലിമിൽ ഇന്നലെ അഭിനയിച്ച എല്ലാ ആളുകളുടെയും ഫേസ് സ്ക്രീനിൽ വന്നപ്പോൾ അവിടെയുള്ള ആളുകളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ടീം എല്ലാവർക്കും 3-ാം ഘട്ടത്തിലെ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒരുപാട് മൂവി ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സനിക്കുണ്ടെ ട്വിങ്കിളിനെയും ഒക്കെ നല്ല അടിപൊളി ട്രീറ്റ് ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെയും ഞാൻ പാമ്പേർഡായി. കാരണം കുഞ്ഞിൻ്റെ കാര്യം അവർ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്വിങ്കിൾ ജി വയ്യാതായിരുന്നു. കാരണം
ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കറക്റ്റ് ഞങ്ങൾ ചെന്ന് ഞങ്ങളുടെ ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബിസി ആയിരുന്നു, ഭയങ്കര ട്രാഫിക്കിൽ പെട്ട് ഞങ്ങൾ ഇന്നലെ പെട്ടുപോയി. പക്ഷെ ലെവിയും ഞങ്ങളുടെ കൂടെ സഹകരിച്ചു. ലെവി ഫ്ലാറ്റ് ആയിരുന്നു, അതുകൊണ്ട് അങ്ങ് ഉറങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പൊ പോകാൻ നേരത്തെ ലെസ്റ്ററിലേക്ക് 1 hour ഡ്രൈവാണ്. അനൂപേട്ടനും ചേച്ചിക്കും ഒരുപാട് താങ്ക്സ്, കാരണം നല്ല അടിപൊളി ഫുഡ്. പിന്നെ അതുപോലെ ശ്രീക്കും സിജോ ബ്രോയ്ക്കും ഇന്നലെ ഞങ്ങൾ വൈകിട്ട് ഗ്രാൻഡ് ആയിട്ട് കഴിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് എവിടെ വെച്ചിട്ട് ഹലോ ഹായ്. ആണോ? കൊറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഒരു കുഴപ്പമില്ല റേച്ച, യൂസ് ടു ആ. കണ്ടേ എന്ത് പറഞ്ഞേ? പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ലേവിക്കുട്ടിനെ കാണാൻ വേണ്ടി അവർ വെയിറ്റിംഗ് ആയിരുന്നു. അതിനുശേഷം ഈവനിങ് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ദിവാലി ലൈറ്റ്സ് കാണാൻ. ലെസ്റ്ററിൽ ഒരു സ്ട്രീറ്റ് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടും ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം നമ്മുടെ ലേവിക്കുട്ടിന് ഉണ്ടായിട്ടുണ്ട്. അക്കയും റേച്ചനും പിള്ളേരും കൂടെ ലൈറ്റ്സ് കാണാൻ വേണ്ടി പോയി. ഞാൻ ലേവിക്കുട്ടിനും കാറ് പാർക്ക് ചെയ്തെടുത്ത് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അക്കേനെ കണ്ടിട്ട് കുറച്ച് പിള്ളേർ പറഞ്ഞത് ലിൻഡു ചേച്ചിയെ ലേവിക്കുട്ടിനെ കാണണമെന്ന് പറഞ്ഞു. അക്ക അവരെയും കൊണ്ട് നേരെ പാർക്ക് ചെയ്തെടുത്തോട്ട് വന്നു. ഇവര് എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെയാണ്. അവരുടെ വ്ളോഗ് കാണുന്ന പിള്ളേരുമാണ്. ലേവിക്കുട്ടിനെ കാണാൻ വേണ്ടി അവർ ഓടി വന്നതാണ്. എനിക്ക് പേരും കാര്യങ്ങളൊന്നും ചോദിച്ച് കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ കിച്ചൺ ഷട്ട് ചെയ്തു. ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് ഡോണ കബാബിലാണ്. ഞാനും അക്കയും ഡോണ കബാബാണ് ഓർഡർ ചെയ്തത്. പിള്ളേർക്ക് KFC വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ KFC മേടിച്ച് കഴിച്ച് റീച്ചാനായിട്ടുള്ള കളിയും ബഹളമാണ് രാത്രിയിൽ. സോ റീച്ചാൻ ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ ടേക്ക് കെയർ ചെയ്യുന്നത്, നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. അതിന് റീച്ചാൻ എനിക്ക് തോന്നുന്നു MHD എടുത്തിട്ടുണ്ടെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ് എന്ന് പറയാം, ഒരുമിച്ച് പറയാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹായ്. ഹേ ഗായ്സ്, മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഇച്ചുമണി, ഷിമു, ലേവിക്കുട്ടൻ ഞങ്ങൾ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി. സ്കൂളിൽ പോകുന്നില്ലേ? സ്കൂളിൽ പോകുന്നില്ലേ? അതെന്താ പോവാത്തെ? അവൻ്റെ ഒരു ഭാഷ എനിക്ക് മനസ്സിലാവില്ല. മലയാളം, ഇംഗ്ലീഷും കന്നഡ എല്ലാം കൂടെ ചേർന്നാണ് അവൻ്റെ ഭാഷ. ഇവള് പിന്നെയും മലയാളം പഠിച്ച വയ്യേ. ഇച്ചുമണിക്ക് മലയാളം അറിയാം അല്ലേ? ഇച്ചുവിന് വലിയ പ്രശ്നമില്ല. പക്ഷെ ഇവൻ ഓക്കെ, ഇവനൊരു രക്ഷയില്ല. എന്താണ് എൻ്റെ ചെടുക്കിന് എന്താണ് പറയുന്നത്? സ്റ്റിക്കർ ഉണ്ടോ? അപ്പൊ ഇന്നത്തെ പരിപാടികൾ ഇവരുടെ സ്കൂളിൽ പോകുന്നുണ്ടോ? ഇവരുടെ എല്ലാരും എണ്ണിച്ചു പോയിട്ടോ. അപ്പൊ ഇച്ചുമണി റെഡിയാകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പൂച്ചയും എന്നിട്ട് ഷീമോന് റെഡിയാകും. നമ്മളും റെഡിയായിട്ട് ഇന്നൊരു സ്ഥലം വരെ പോകാം. താഴോട്ട് റെഡിയാകാൻ വേണ്ടി രണ്ടുപേരും പോയതാണ് കേട്ടോ. ചുമയും അതുപോലെ തന്നെ ജലദോഷം കാരണം രണ്ടുപേരെ സ്കൂളിലേക്ക് വിട്ടില്ല. പക്ഷെ അവർ ഭയങ്കര സന്തോഷമായിരുന്നു ലേവിക്കുട്ടിൻ്റെ കൂടെ ഇരുന്ന് കളിച്ചപ്പം. ഞാൻ ലേവിക്കുട്ടും പിന്നെ റെഡിയായിട്ട് നേരെ ഇപ്പോൾ അതേ ലഞ്ച് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കായൽ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു, ആശ ആക്ച്വലി സാൻസിയിൽ നിന്നാണ് എത്തിയത്. ജോലി ചെയ്യുന്ന അവിടെയാണ്. നാട്ടിലേക്ക് 5ാം തീയതി പോകുന്നതിന് മുമ്പ് ഞങ്ങളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ലെസ്റ്ററിൽ ആശയുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ദിവാലി ലൈറ്റ്സ് കാണാൻ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച കൂട്ടത്തിൽ ഞാനും കൂടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഓടി എത്തിയതാണ്. നമ്മുടെ വ്ളോഗിലൂടെ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് അതും ലീവൊക്കെ എടുത്ത് നമ്മളെ കാണാൻ വരുമെന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചത് കായലിൽ നിന്നാണ്. നല്ലൊരു കോംബോ മീലായിരുന്നു. അതിനുശേഷം അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് പായസമൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ ചെറിയൊരു വോക്കൊക്കെ നടത്തി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആശയ്ക്ക് ഈ പറഞ്ഞതുപോലെ കാസ്പാസ്, അതായത് ഞാൻ സ്റ്റോറിയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ
കാസ്പാസ് ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ല, ക്രീംസ് ആയിരുന്നു ലെസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ക്രീംസ് ഞങ്ങൾ വാഫിലൊക്കെ മേടിച്ച് കഴിച്ച് നേരെ ആശയുടെ ഫ്രണ്ടിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ദിവാലി സ്വീറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്നത് ആശയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ. നമ്മൾ ഒരുമിച്ച് ലഞ്ച് കഴിച്ചു. ഫ്രണ്ട് പേര് പറയൂ. ഫ്രണ്ടിന്റെ പേര് രേഷ്മ, മഹാരാഷ്ട്രീയനാണ്, മുംബൈ സെറ്റിൽഡ് ആണ്. അപ്പൊ ഞാൻ രേഷ്മയുടെ വീട്ടിൽ വന്നതാ ലെസ്റ്ററില്. അപ്പൊ നമ്മുടെ ലിൻഡു കുട്ടിയെ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ലിൻഡുനെ കാണണമെന്ന്. പക്ഷെ ലണ്ടനിലുണ്ട്, നമ്മൾ ഒത്തിരി നാളായിട്ട് വ്ളോഗ്സ് ഒക്കെ കാണുന്നു, പുള്ളിക്കാരിയുടെ വ്ളോഗ്സ് എല്ലാം കാണുന്നു. നമ്മൾ ഒത്തിരി മോട്ടിവേറ്റ്. നമ്മൾ വിചാരിക്കും തണുപ്പത്ത് എങ്ങനെയാ ഇത്ര ഒക്കെ ഇങ്ങനെ കളിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ കോട്ടൊക്കെ ഇട്ടിരിക്കുമ്പോൾ ആള് നമ്മുടെ സാരിയൊക്കെ ഉടുത്ത് ലണ്ടൻ ബ്രിഡ്ജിന്റെ അവിടെ ഒക്കെ ഒന്ന് കളിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഒത്തിരി മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഇങ്ങനെ ഒരു ചെറിയൊരു അവസരം കിട്ടിയപ്പോ പെട്ടെന്ന് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നു. അങ്ങനെ നമ്മളിങ്ങനെ പെട്ടെന്നൊരു വളരെ പെട്ടെന്നായിരുന്നു മീറ്റപ്പ് പ്ലാൻ ചെയ്തു. നല്ലൊരു ദിവസമായിരുന്നു ലിൻഡു. താങ്ക് യു സോ മച്ച്. ഹോൾ ഡേ വെന്റ് സോ വെൽ. നമ്മൾ പ്രതീക്ഷിച്ചില്ല, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ എന്താ പറഞ്ഞ ഒത്തിരി നാളത്തെ പരിചയമുള്ള പോലെ. ഒരുപാട് സന്തോഷം. അത്രയും ദൂരത്തുനിന്ന് എവിടുന്നാ വരുന്നേന്ന് പറഞ്ഞു. ലിൻഡുനെ കാണാൻ ഞാൻ സൗത്ത് വെയിൽസിൽ നിന്ന് ലെസ്റ്ററിലെത്തി. സൗത്ത് വെയിൽസ് ഒരു 3.5 hour ജേർണി ഉണ്ടായിരുന്നു. അറിയാം. അയ്യോ, ഞാൻ വന്നിട്ടുണ്ട് അവിടെ ഫാൻസി ചേർച്ചില്. പിന്നെ ബ്രിസ്റ്റൽ ചർച്ചിൽ അപ്പച്ചനും അമ്മച്ചീനെ അറിയാന്ന് പറഞ്ഞു. അതെ. സൗത്ത് വെയിൽസ് ഞാൻ ന്യൂ പോർട്ടിലാണ് താമസിക്കുന്നത്. രാവിലെ ട്രെയിൻ 6:30 ട്രെയിൻ എടുത്തു. ഇവിടെ 10 o'clock ആയപ്പോൾ എത്തി. നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഞാൻ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. നാട്ടില് പത്തനാപുരം ആണ് വീട്. പക്ഷെ മുംബൈ സെറ്റിൽഡ് ആണ്. കല്യാണം കഴിഞ്ഞ് മുംബൈ സെറ്റിൽഡ് ആണ്. ഓക്കെ. എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഫ്രണ്ടിന്റെ പേര് പിന്നെ രേഷ്മയായിട്ട് എവിടുന്നാണ്? മുംബൈ നിങ്ങൾ ഒരുമിച്ച്? ഞാൻ ഒരുമിച്ച് കോളേജ് ഓഫ് നഴ്സിംഗ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാ. എനിക്കൊരു 3-4 ഇയേഴ്സിന്റെ പരിചയമുണ്ട്. ഓക്കെ. നിങ്ങൾ ലെക്ചറേഴ്സ് ആയിരുന്നു അല്ലേ? ലെക്ചറേഴ്സ് ആയിട്ട് ജോലി ചെയ്തു. ഓക്കെ, ഫൈൻ. അപ്പോൾ രേഷ്മ ഞാൻ താഴെ ഡ്രോപ്പ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ദിവാലി സ്വീറ്റ്സും കൂടെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന്. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങനെ ലൈറ്റ്സ് മാത്രമല്ല ദിവാലി സ്വീറ്റ്സും കഴിച്ചിട്ടുണ്ട്. ദിവാലി സ്വീറ്റ്സ് എല്ലാം ഹാൻഡ് മെയ്ഡ് ആട്ടോ. ആണല്ലേ? രേഷ്മയുടെ ഹോം മെയ്ഡ്. ഹാൻഡ് വിത്ത് ഹോം മെയ്ഡ്. അതെ, ഹാൻഡ് മെയ്ഡ് വിത്ത് ഹോം മെയ്ഡ്. ഇതൊന്ന് ഫുഡ് കഴിച്ചതിന്റെ ഒരു ഹാങ് ഓവർ. ഒന്നാമത് ഉറങ്ങിയിട്ടില്ല കേട്ടോ. എന്നെ കാണാൻ ഓടി എത്തിയതിലാണ് എനിക്ക് സന്തോഷം. ഉറങ്ങാതെ ഉച്ച തൊട്ട് ലിൻഡുവിനെ കണ്ട സമയം മുതൽ കഴിപ്പ് തുടങ്ങി ഇപ്പം വരെ കഴിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ വരെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഉറക്കം വരുന്നു. അതിന് രേഷ്മയുടെ ഒരു ചായയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ റെഡിയായി, ഹാപ്പിയായി. അങ്ങനെ അവിടുന്ന് മസാല ടീ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ആശയെ കാണാൻ വേണ്ടിയിട്ട് കസിൻസ് ആണോ റിലേറ്റീവ്സ് ആണോ ഫ്രണ്ട്സ് ആണോ എന്നറിയില്ല, ഇവർ നമ്മുടെ വ്ളോഗ് കാണുന്നവരാണെന്ന് പറഞ്ഞു. ലെസ്റ്ററിൽ സെറ്റിൽഡ് ആണ്. സോ അവരെ ആക്ച്വലി പരിചയപ്പെടാൻ പറ്റി. അവിടുന്ന് നേരെ ഞാൻ അക്കയുടെ വീട്ടിലെത്തി. നെക്സ്റ്റ് ഡേ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ സനക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ്. രാത്രി ഓൾറെഡി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. പക്ഷേ സെക്കൻഡ് സെറ്റ് സെലിബ്രേഷൻ നമ്മൾ പകലാണ് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ട്വിങ്കിൾ ജിയെ വിളിച്ച് ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ സനുക്കുട്ടൻ്റെയും ട്വിങ്കിൾ ജിയുടെയും വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ അനുബ്രോയുടെ സ്പെഷ്യൽ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ടൈം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം ഞാനത് കാണിച്ചു തരാം. അടിപൊളി പാൽക്കപ്പയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ആ കുട്ടിയോട് എന്താ പരിപാടി? സൺകുട, ബർത്ത്ഡേ ആയിട്ട് നിന്റെ വിഷ് എന്താണ്? എന്റെ വിഷോ? എന്റെ വിഷ് അങ്ങനൊന്നുമില്ല. ദൈവം എന്നെ നല്ല രീതിയിൽ നടത്തി ഇന്ന് വരെ. അതേപോലെ ഇനിയും നടത്തുമെന്നുള്ള ഇതാണ്. അതേപോലെ ഒരു വയസ്സ് കൂടി എന്നുള്ള ഒരു ഇതില്ല, പക്ഷെ എന്നാലും ഒരു പക്കത്തൊക്കെ വന്നു. എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞതിന് വിപരീതം. താങ്ക് യു സോ മച്ച് കേട്ടോ. അടിപൊളി. ഇത് ബീഫ് ബിരിയാണിയാണ്. ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല. വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഏറ്റവും വലിയ സന്തോഷം ഇതാണ്. ഏറ്റവും വലിയ സന്തോഷം നമ്മളെല്ലാരും ഉണ്ട്, കൂട്ടത്തോടെ ഇത് കഴിക്കുക. അതെ, അടിപൊളി. നല്ല നല്ല. അതെ അതെ അതെ.
അങ്ങനെ അടിപൊളിയായിട്ട് സനക്കുട്ട ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. സനക്കുട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇനി ഒരുപാട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സനത്തുകുട്ടനും ക്ലാസ് കഴിഞ്ഞെത്തി കേട്ടോ. ലെവിക്കുട്ടനാണ് അവിടുത്തെ താരം. ഇപ്പൊ ഞങ്ങളുടെ വിശേഷം ഒന്നും ചോദിക്കേണ്ട, ലെവിക്കുട്ടനായിട്ടാണ് ഫുള്ള് കളിയും ബഹളവും. അച്ഛൻ ആക്ച്വലി അന്ന് രാത്രി എത്തി കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞങ്ങൾ ലെസ്റ്റർ ചെന്നപ്പോഴത്തേക്ക് എനിക്കും ലെവിക്കുട്ടനും ചെറുതായിട്ട് കോൾഡും കഫും പിടിച്ചു. അപ്പോൾ പുതിയ വിശേഷങ്ങൾ പുതിയ വ്ളോഗിലൂടെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും അച്ഛൻ അടിച്ചു പൊളിച്ചു. വിയറ്റ്നാമിൽ സേഫ് ആയിട്ട് വീട്ടിലെത്തി. ഞങ്ങളിപ്പോൾ ക്രോയിഡനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വിയറ്റ്നാം വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.